ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് സെൻസേഴ്സ് എന്ന പോർഷനിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ AC LVDT ഹാസ് ഡാഷ് ഇൻപുട്ട് ആൻഡ് ഡാഷ് ഔട്ട്പുട്ട്. ഇതിൽ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. AC ഇൻപുട്ട് ആൻഡ് AC ഔട്ട്പുട്ട് എന്നാണ്. LVDT എന്ന് പറയുന്നത് നമ്മൾ ഡയഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ടാവും, മിഡിൽ ഒരു കോർ ഉണ്ടാവും, പിന്നെ രണ്ട് സെക്കൻഡറി വൈൻഡിങ്സ് ഉണ്ടാവും. ഓക്കെ, ഇത് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കണക്ഷൻ വരുന്നത്. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. ഇത് എന്തായിരിക്കും? V1, ഇത് V2. ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V out equal to V1 minus V2 ആയിരിക്കും. ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെ ആയിരിക്കും. നമുക്കിവിടെ ഇൻപുട്ട് കൊടുക്കുന്നതും ഔട്ട്പുട്ട് എടുക്കുന്നതും AC വോൾട്ടേജ് തന്നെ ആയിരിക്കും. LVDT എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്. അതിന്റെ ഇൻപുട്ട് AC ആയിരിക്കും, അതേപോലെ തന്നെ ഔട്ട്പുട്ട് AC തന്നെ ആയിരിക്കും. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മുടെ ട്രാൻസ്ഫോമറിലെ സെയിം പ്രിൻസിപ്പിൾ ആണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അതായത് നമ്മൾ ഒരു AC വോൾട്ടേജ് പ്രൈമറിയിൽ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു AC വോൾട്ടേജ് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യും. ഇത് കോറിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും LVDT യൂസ് ചെയ്യുന്നത് റെക്ടാങ്കുലാർ മൂവ്മെന്റിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കാനായിട്ടായിരിക്കും. നമുക്കതിന് വേറൊരു തരത്തിൽ പറയാം, ലീനിയർ മോഷനെ നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കാൻ വേണ്ടിയിട്ടാണ് LVDT യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ടിൽ വരുന്ന ACയുടെ ഫ്രീക്വൻസി പറയാറുണ്ട് 1 kHz to 10 kHz ആയിരിക്കും ഇൻപുട്ട് ACയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ എന്താണ്, ട്രാൻസ്ഫോമറിന്റെ അതേ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LVDT യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല LVDT പലപ്പോഴും സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? പ്രഷർ, ഫോഴ്സ്, വെയിറ്റ് എന്നിവയെ മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്നുണ്ട്. പവർ ടർബൈൻസിലും ഹൈഡ്രോളിക്സിലും ഓട്ടോമേഷനിലും എയർക്രാഫ്റ്റിലും സാറ്റലൈറ്റ്സിലും ഒക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് LVDT എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. AC to AC ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ കോണ്ടാക്ട് ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ആർമേച്ചർ ആൻഡ് കോർ ഇൻ. അതായത് ആർമേച്ചറും കോറും തമ്മിൽ, ഇവിടെ LVDTയുടെ കേസ് ആണ് പറയുന്നത്, ആർമേച്ചറും കോറും തമ്മിൽ ഒരു കോണ്ടാക്റ്റും വരാത്ത ടൈപ്പിന് പറയുന്ന പേരാണ് എന്ത്? അൺഗൈഡഡ് ആർമേച്ചർ LVDT. അതായത് ഓപ്ഷൻ ഡി ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഡിസ്പ്ലേസ്മെന്റ് സെൻസർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ആർമേച്ചർ എന്ന് പറയുന്നത് നോട്ട് ഗൈഡഡ് വിത്തിൻ ദ ബോഡി ആയിരിക്കും. ഈ ഒരു ടൈപ്പിൽ വരുമ്പോൾ ആർമേച്ചർ ഈസ് നോട്ട് ഗൈഡഡ് വിത്തിൻ ദ ബോഡി ആണ്. അതായത് ആർമേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആർമേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ LVDTയിലെ ഒരു മൂവിംഗ് ആണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോയിൽ അസംബ്ലിക്കുള്ളിലാണ്. ഓക്കെ, കോയിൽ അസംബ്ലിക്കുള്ളിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഇതില് ആർമേച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അൺഗൈഡഡ് ആർമേച്ചർ എന്ന് പറയാം. ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഫിസിക്കൽ ടച്ച് ഒന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഫ്രിക്ഷൻ ലെസ് മൂവ്മെന്റും ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഹയർ റെസൊല്യൂഷനും ആയിരിക്കും. ഓക്കെ, ഫ്രിക്ഷൻ ലെസ് മൂവ്മെന്റ് ആയിരിക്കും, അതേപോലെ തന്നെ ഹയർ ആയിരിക്കും ഇതിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു ആംപ്ലിഫൈ ദ ഔട്ട്പുട്ട് സിഗ്നൽ ഓഫ് എ ട്രാൻസ്ഡ്യൂസർ? നമുക്കറിയാം ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത് സ്മോൾ സിഗ്നൽസ് ആണ്. സ്മോൾ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ ലോ ലെവൽ സിഗ്നൽ ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിലാണ് എന്ത്? ഈ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ കൺസ്ട്രക്ഷൻ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഹൈ ആക്യുറസി ആയിരിക്കും, അതേപോലെ ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും. ഹൈ ആക്യുറസിയും ഹൈ സ്റ്റെബിലിറ്റി ആയിരിക്കും നമുക്കിവിടെ ഉണ്ടാവുന്നത്. ട്രാൻസ്ഡ്യൂസർ സ്മോൾ സിഗ്നൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഹൈ ആക്കും. അപ്പോൾ നമ്മുടെ ആംപ്ലിഫൈ ചെയ്യും. ഓക്കെ, നമ്മുടെ ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇൻപുട്ടിൽ 2 ഓപ്പാംസ് യൂസ് ചെയ്തിട്ടുണ്ടാവും, ഔട്ട്പുട്ടിൽ അതേപോലെ തന്നെ ഒറ്റ ഓപ്പാമ്പ് ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ യൂസിങ് ഓപ്പാമ്പ് എന്ന് പറയുന്ന സർക്യൂട്ട് ആണിത്. ഇത് V1, ഇത് V2, ഇതാണ് ഓപ്പാമ്പ് എന്ന് പറയുന്നത്. പിന്നെ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെ എടുക്കുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മുടെ ഒരൊറ്റ ഓപ്പാമ്പിൽ നിന്നായിരിക്കും
ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ എത്ര ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടാണ് ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പല സ്ഥലത്തും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് പറയാൻ പറ്റും എന്താണ് 3 ഓപ്പാംസ് യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് എന്ത് വി ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ കൺസ്ട്രക്ഷൻ ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ V1 ഉം V2 ഉം കൊടുത്താൽ അതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുക. ആ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ ആണ് ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന സ്മോൾ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനായി യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ നടക്കുന്ന പ്രോസസ് എന്തെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചേഞ്ച് ഇൻ കണ്ടക്ടിവിറ്റി അപ്പിയേഴ്സ് ആസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, എന്താണ് ഈ ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്? എ ഡിവൈസ് ദാറ്റ് ചേഞ്ചസ് ഇറ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇൻ റെസ്പോൺസ് ടു ഇൻസിഡന്റ് ലൈറ്റ് ആണ്. ആ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്? ആസ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. നമ്മുടെ സെമി കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് സെമി കണ്ടക്ടറിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റി അതായത് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നു. റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എന്ത് വേരി ചെയ്യുന്നുണ്ടാവാം? നമ്മുടെ കണ്ടക്ടിവിറ്റി ഉറപ്പായിട്ടും വേരി ചെയ്യുന്നുണ്ടല്ലോ. റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് കണ്ടക്ടിവിറ്റി. റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും, അതേപോലെ റെസിസ്റ്റൻസ് കുറയുമ്പോൾ കണ്ടക്ടിവിറ്റി കൂടും. അപ്പോൾ ചേഞ്ച് ഇൻ കണ്ടക്ടിവിറ്റി അപ്പിയേഴ്സ് ആസ് ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്നുള്ളതാണ് ഫോട്ടോ കണ്ടക്റ്റീവ് ട്രാൻസിസ്റ്ററിൽ വരുന്നത്. നമ്മൾ സിംഗിൾ ക്രിസ്റ്റൽ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്, പോളി ക്രിസ്റ്റൽസ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്രിസ്റ്റൽസ് ഒക്കെ മേഡ് ചെയ്തിരിക്കുന്നത് സെമി കണ്ടക്ടർ വെച്ചിട്ടായിരിക്കാം, സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് വെച്ചിട്ടാണ്. ആ സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോസസ്സ് നടക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ പൈറോമീറ്റർ the dead zone is assumed to be 0.125% of span. Calibration can be done from 400 degrees Celsius to 1000 degrees Celsius. Determine the change in temperature expected before the occurrence can be detected. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡെഡ് സോൺ എന്ന് പറയുന്നത് എന്താണെന്ന് തന്നിട്ടുണ്ട്. ഡെഡ് സോൺ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? 0.125% ഓഫ് സ്പാൻ എന്ന് തന്നിട്ടുണ്ട്. സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു മെഷറിംഗ് വാല്യൂവിന്റെ നമ്മുടെ കാലിബറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹയർ വാല്യൂവിൽ നിന്നും മാക്സിമം വാല്യൂവിൽ നിന്നും മിനിമം വാല്യൂ മൈനസ് ചെയ്യുന്നതായിരിക്കും എന്ത്? സ്പാൻ എന്ന് പറയുന്നത്. ഇവിടെ സ്പാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ കാലിബറേഷൻ റേഞ്ച് 400 ഡിഗ്രി സെൽഷ്യസ് ടു 1000 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പാൻ ഈസി ആയിട്ട് അവിടെ നിന്ന് എഴുതാൻ പറ്റും. 1000 ഡിവൈഡഡ് ബൈ 400 ദാറ്റ് ഈസ് ഈക്വൽ ടു 600 ആണ് ഇവിടെ സ്പാൻ. അപ്പൊ ഇവിടെ തന്നിട്ട് തന്നെ ഉണ്ട് 0.125% ഓഫ് സ്പാൻ എന്നപ്പോ ഈ 600ന്റെ 125% എടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. 125%നെ കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ 0.00125 ഇൻറ്റു 600 എന്ന് കിട്ടും. ഇവിടെ ആൻസർ വരുന്നത് 0.75 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. അത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടല്ലോ, ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെർമോകപ്പിൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. തെർമോകപ്പിൾ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇവിടെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? തെർമോകപ്പിൾ ഉണ്ട്, തെർമോകപ്പിൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അതുണ്ട്. പിന്നെന്തുണ്ട്? പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഉണ്ട്, അതേപോലെ ടാക്കോ ജനറേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഫോട്ടോ വോൾട്ടായിക് സെൽ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ എക്സാമ്പിൾ കൂടെ ഓർത്തിരിക്കുക. ഇത് പലതവണ റിപ്പീറ്റഡ്ലി ചോദിച്ചതാണ്. സ്ട്രെയിൻ ഗേജ് ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതേപോലെ തന്നെ ലോഡ് സെൽ, ലോഡ് സെൽ എന്ന് പറയുന്നത് ഒരു പാസീവ് ആണ്. പിന്നെ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്, LVDT, പിന്നെ പൊട്ടൻഷ്യോമീറ്റർ, പിന്നെ മെയിൻ ആയിട്ടും എന്താണ്? തെർമിസ്റ്റർ. തെർമോകപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ആണ്. തെർമിസ്റ്റർ എന്ന് പറയുന്നത് പാസീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചിരിക്കുക.
Moving on to next question. Residual voltage in LVDT is due to. Residual voltage LVDT യിൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രസൻസ് ഓഫ് ഹാർമോണിക്സ് ഇൻ ഇൻപുട്ട് സപ്ലൈ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പ്രസൻസ് ഓഫ് ഹാർമോണിക്സ് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് അതും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ഓൾ ഓഫ് ദ എബവ്. എന്താണ് ഈ പ്രസൻസ് ഓഫ് ഹാർമോണിക്സ് എന്ന് പറയുന്നത്? അതായത് നമ്മുടെ വോൾട്ടേജസിലെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന് ചെറിയ ചെറിയ അൺവാണ്ടഡ് വോൾട്ടേജസ് വരും. അതാണ് ഹാർമോണിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും ആ അൺവാണ്ടഡ് വോൾട്ടേജിനെ റെസിഡ്വൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? അൺവാണ്ടഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ അറൈസ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ലൈക്ക് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. അപ്പം പുറത്തുനിന്നുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ നിന്ന് വരുന്ന അൺവാണ്ടഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊക്കെ എന്ത് സംഭവിക്കും? LVDTയുടെ കോറിൽ നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു LVDTക്ക് മിഡിൽ നമ്മുടെ പ്രൈമറി ദെൻ ഇവിടെ സെക്കൻഡറി രണ്ട് വൈൻഡിങ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഈ കോറിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ കോറിന്റെ മൂവ്മെന്റ് ഈ സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡും ഹാർമോണിക്സ് ഇൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് കാരണം ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഉണ്ടാവും. ഇതെന്ത് ചെയ്യും? ആക്യുറസിയെ ബാധിക്കും. അതാണ് റെസിഡ്വൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യും LVDTയിലെ. സോ ഓൾ ഓഫ് ദ എബവ് ആണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗേജ് ഫാക്ടർ ഈസ് ഹയസ്റ്റ് ഫോർ. ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫോർ ഓപ്ഷൻ എ ആണ്, സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് ആണ്. എന്താണ് ഈ ഗേജ് ഫാക്ടർ? ഗേജ് ഫാക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് GF യൂസ് ചെയ്തിട്ടാണ്. ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്തിനെ എങ്ങനെ എഴുതാം? നമുക്ക് അറിഞ്ഞൂടെ, മെക്കാനിക്കൽ സ്ട്രെയിൻ എന്ന് പറയുന്നതാണ് എന്ത്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ സ്ട്രെയിനിന്റെ ഇക്വേഷൻ ആണിത്. ആ സ്ട്രെയിനിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. GF എന്ന് പറയുന്നത് ഡെൽറ്റ R ബൈ R ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്നുള്ളതാണ്. ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ഡയമെൻഷൻ ഇല്ലാത്ത ഒരു വാല്യൂ ആണ്. അതെന്ന് പറയുന്നത് റിലേറ്റീവ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് ഗേജ് ടു ദ അപ്ലൈഡ് സ്ട്രെയിൻ ആണ്. ഓക്കെ, റിലേറ്റീവ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ടു ദ അപ്ലൈഡ് സ്ട്രെയിൻ ആണ് നമ്മുടെ ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് ഒരു എമൗണ്ട് ഓഫ് ഡീഫോർമേഷൻ അനുസരിച്ചിട്ട് എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഫാക്ടർ ആണ്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ഫാക്ടർ ആണ്. അതായത് നമ്മുടെ ഡീഫോർമേഷൻ അനുസരിച്ചിട്ട് എത്രത്തോളമാണ് നമ്മുടെ ഈ ഇൻപുട്ടിലെ റെസിസ്റ്റൻസ്, ഇതുണ്ടോ, ഈ റെസിസ്റ്റൻസിൽ ചേഞ്ച് വരുന്നതെന്നുള്ളതാണ്. അപ്പൊ ഹയർ ഗേജ് ഫാക്ടർ എന്നാ പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെസിസ്റ്റൻസ് കൂടുതൽ ചേഞ്ച് ആവും എന്നാണ്. അതായത് രണ്ട് സ്ട്രെയിൻ ഗേജസ് കൊടുത്തിട്ട് അതിൽ രണ്ടിനും കൊടുക്കുന്ന ഡീഫോർമേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അതായത് സ്ട്രെയിൻ സെയിം ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഗേജ് ഫാക്ടർ ഒന്നിന് കൂടുതലും ഒന്നിന് കുറവുമാണെങ്കിൽ ആ ഹയർ ഗേജ് ഫാക്ടർ ഉള്ള ഗേജിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? മറ്റതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അതാണ് ഗേജ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് ആണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ ഈസ് എ ആക്റ്റീവ് ആണ്. നമ്മൾ പറഞ്ഞു ആക്റ്റീവിന്റെയും പാസീവിന്റെയും എക്സാമ്പിൾസ് കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The change in magnetic property of certain material when they are mechanically stressed is known as എന്തായിരിക്കും? വില്ലരി എഫക്റ്റ് എന്നുള്ളതാണ്. വില്ലരി എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അതായത് ഇതിന് നമുക്ക് മാഗ്നെറ്റോസ്ട്രിക്ഷൻ എന്നും ഒരു പേരുണ്ട്. മാഗ്നെറ്റോസ്ട്രിക്ഷൻ. ഓക്കെ, വില്ലരി എഫക്റ്റിന് നമുക്ക് മാഗ്നെറ്റോസ്ട്രിക്ഷൻ എന്നും ഒരു പേരുണ്ട്. ഇതെന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ടു അണ്ടർഗോ മെക്കാനിക്കൽ സ്ട്രെയിൻ ഇൻ റെസ്പോൺസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെച്ചിരിക്കുക. ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു അണ്ടർഗോ മെക്കാനിക്കൽ സ്ട്രെയിൻ ഇൻ റെസ്പോൺസ് ടു മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് എ സർട്ടൻ മെറ്റീരിയൽ വെൻ ദേ ആർ മെക്കാനിക്കലി സ്ട്രെസ്ഡ്, അങ്ങനെയും പറയാം. അതുകൊണ്ട് ഇത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഉണ്ടാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെരി ലാർജ് വാല്യൂ ഓഫ് ഹോൾ എഫക്ട് EMF ഈസ് ഒബ്സർവ്ഡ് ഇൻ. വെരി ലാർജ് വാല്യൂ ഓഫ് ഹോൾ എഫക്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളത് സെമി കണ്ടക്ടേഴ്സിലാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എന്താണ് ഈ ഹോൾ എഫക്ട് എന്ന് പറയുന്നത്? ഒരു സെമി കണ്ടക്ടർ ബാർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിൽ X ഡയറക്ഷൻ, Y ഡയറക്ഷൻ,
ഇത് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഇത് ഇസഡ് ഡയറക്ഷൻ ആണെന്ന് കരുതുക. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു കറണ്ട് കൊടുക്കുകയാണ്. ഇലക്ട്രിക് കറണ്ട് കൊടുക്കുമ്പോൾ ഇസഡ് ഡയറക്ഷനിൽ അതുപോലെ എന്ത് കൊടുക്കുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ട് വൈയിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. വൈ ഡയറക്ഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് നമ്മുടെ ഈ ഹോൾ എഫക്റ്റിന്റെ കൺസെപ്റ്റ്. അതിൽ ലാർജ് വാല്യൂ ഓഫ് ഹോൾ എഫക്ട്സ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെറ്റലിനെയും ബാക്കി ഇതിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? സെറാമിക്കിനെയും ബേക്കലൈറ്റിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സെമി കണ്ടക്ടേഴ്സിനായിരിക്കും കൂടുതൽ. സെമി കണ്ടക്ടേഴ്സിൽ തന്നെ എൻ ടൈപ്പ് ഉണ്ട്, പി ടൈപ്പ് ഉണ്ട്, ഇൻട്രൻസിക് ഉണ്ട്. ഓക്കെ, ഇൻട്രൻസിക്കും ഉണ്ട്, എക്സ്ട്രൻസിക്കും ഉണ്ട്. എക്സ്ട്രൻസിക്കിൽ എന്ത് ടൈപ്പ് ഉണ്ട്? രണ്ടെണ്ണം ഉണ്ട്, എൻ ടൈപ്പും പി ടൈപ്പും. അതിൽ എൻ ടൈപ്പില് ഹോൾ വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും, പി ടൈപ്പിൽ എന്ന് പറയുന്നത് ഹോൾ വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും, ഇൻട്രൻസിക്കില് നെഗറ്റീവ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. കാരണം ഇൻട്രൻസിക്കിൽ എന്ന് പറയുമ്പം നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസും ഹോൾസും സെയിം ആയിരിക്കും. എങ്കിൽ പോലും ഹോൾ വോൾട്ടേജ് നെഗറ്റീവ് വരാൻ കാരണം മൊബിലിറ്റി ഓഫ്, നമുക്കറിയാം മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോളിനേക്കാളും മൊബിലിറ്റി കൂടുതലായിരിക്കും. മൊബിലിറ്റി ഓഫ് ഹോളിനേക്കാൾ കൂടുതലായിരിക്കും മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ ഇൻട്രൻസിക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും ഹോൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഡ്യൂ ടു സ്ട്രെയിൻ is known as. Change in resistivity due to strain is known as. എന്താണ് അതിന് പറയുന്നത്? പീസോ റെസിസ്റ്റീവ് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഡ്യൂ ടു സ്ട്രെയിൻ. അപ്പോൾ പീസോ റെസിസ്റ്റീവ് എഫക്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അതിവിടെ ഓപ്ഷൻസിൽ ഉണ്ടോ? ഹോൾ എഫക്ട്, പീസോ ഇലക്ട്രിക് എഫക്ട്, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അതില്ല. അതുകൊണ്ട് തന്നെ നണ്ണാണ്. നൺ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരിക. പീസോ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ സ്ട്രെസ്സിനനുസരിച്ചിട്ട് ഒരു ഇലക്ട്രിക്കൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എന്താണ്? കപ്പാസിറ്റിയാണ്. അല്ലാണ്ട് റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ല. പക്ഷെ ഇതേപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഒരു റെസിസ്റ്റിവിറ്റിയിൽ ചേഞ്ച് വരുത്താനുള്ള പ്രോപ്പർട്ടി ഉള്ളത് പീസോ റെസിസ്റ്റീവ് മെറ്റീരിയൽസിനാണ്. സോ ഇവിടെ ഓപ്ഷനിലില്ല. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a sensor which is able to detect the presence of nearby object without any physical contact. എപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് വന്നാലും നമുക്ക് ഉറപ്പായിട്ട് പറയാം ഓപ്ഷൻ എ പ്രോക്സിമിറ്റി സെൻസർ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടച്ച് ചെയ്തിട്ടല്ല എന്ത് ചെയ്യുന്നത്? ഡിറ്റക്ഷൻ നടത്തുന്നത്, സെൻസിങ് നടത്തുന്നത്. ഇവിടെ യു വി വേവ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ചില സമയങ്ങളിൽ കപ്പാസിറ്റൻസും യൂസ് ചെയ്യാറുണ്ട്. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് സെൻസിങ് നടത്തുന്നത്, അല്ലാതെ ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ. Next question, in a capacitive transducer the capacitance can be increased by. Capacitive transducer എന്തായിരിക്കും? കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നോക്കുക. C is equal to epsilon A by D ആണ്. ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇത് ഡയമീറ്റർ. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. C is equal to epsilon A by D. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പൊ നമുക്കറിയാം കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് കുറവായിരിക്കണം. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ ദ കപ്പാസിറ്റൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റെഡ്യൂസിങ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലേറ്റ്. മനസ്സിലായില്ലേ? ഇതാണ് ഇക്വേഷൻ. അതാണ് ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുക, റെഡ്യൂസിങ് ദ ഓവറോൾ ഏരിയ ഓഫ് പ്ലേറ്റ്. അത് തെറ്റാണ്. കാരണം റെഡ്യൂസ് ചെയ്യല്ല വേണ്ടത്. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഏരിയ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്തത് റെഡ്യൂസിങ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് ഈ എപ്സിലോൺ. അതും റെഡ്യൂസ് ചെയ്യല്ല വേണ്ടത്, ഇൻക്രീസ് ചെയ്യുകയാണ് വേണ്ടത്. അതൊരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സും ആണ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാറ്. ഓക്കെ, സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു ഗെറ്റ് ഹൈ സെൻസിറ്റിവിറ്റി എ പൊട്ടൻഷ്യോമീറ്റർ ഷുഡ് ഹാവ്. അതായത് ഒരു പൊട്ടൻഷ്യോമീറ്ററിൽ നമ്മൾ ഹൈ സെൻസിറ്റിവിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വരേണ്ടത്? ഓപ്ഷൻ എ പറയുന്നത് ഹൈ ഇൻപുട്ട് വോൾട്ടേജ് എന്നാണ്. അത് കറക്റ്റ് ആണ്. അതേപോലെ ഹൈ വാല്യൂ ഓഫ് വയർ ലെങ്ത് എന്ന് പറയുന്നുണ്ട്. അതും കറക്റ്റ് ആണ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്യുപ്മെന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എബിലിറ്റി ടു ഡിറ്റക്ട് സ്മോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ്.
അപ്പോൾ ചെറിയൊരു ചേഞ്ച് ഇൻപുട്ടിൽ വന്നാലും അതിനെ ഡിറ്റക്ട് ചെയ്ത് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അതായത് പൊട്ടൻഷ്യോമീറ്റർ, ഇപ്പൊ പൊട്ടൻഷ്യോമീറ്റർ ഹൈ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോലും അതുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും എന്നാണ് അതിന്റെ മീനിങ്. അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻപുട്ട് വോൾട്ടേജും ഉണ്ട്, അതേപോലെ വാല്യൂ ഓഫ് വയർ ലെങ്ത്തും ഉണ്ട്. അതായത് വയറിന്റെ ലെങ്ത് കൂടുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് കുറയും. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് ടു സെൻസിറ്റിവിറ്റി ആണ്. അപ്പോൾ വയറിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കുറയും, അതിനനുസരിച്ചിട്ട് തന്നെ സെൻസിറ്റിവിറ്റി എന്താവും, ഹയർ ആവും. ഓക്കെ, ഹയർ വോൾട്ടേജ് ഗിവ് എ ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇംപ്രൂവിംഗ് സെൻസിറ്റിവിറ്റി. അതായത് ഹയർ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് തരും, അതുകൊണ്ട് തന്നെ എന്താവും, സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ വയറിന്റെ ലെങ്ത് ലോങ്ങർ ആവുമ്പോൾ അത് എന്താ ചെയ്യുന്നത്, എ ലോങ്ങർ വയർ അലൗസ് ഫൈനർ വോൾട്ടേജ് ഡ്രോപ്പ് പെർ യൂണിറ്റ് ലെങ്ത്. അത് ഇൻക്രീസ് ഇൻ എന്തായിരിക്കും, റെസല്യൂഷനും സെൻസിറ്റിവിറ്റിയും ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും വയറിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ബോത്ത് എ ആൻഡ് ബി ആണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.